ഹായ് എവരിവൺ, നമുക്കിനി അടുത്തത് പ്രോഗ്രാം ടു സോർട്ട് ആൻഡ് അറേ ഇൻ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ഇതിൽ മാറ്റാനുള്ള പ്രോഗ്രാമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇൻപുട്ട് ഡാറ്റകൾ കൊടുക്കും, അതേപോലെ ഒരു മെമ്മറി ലൊക്കേഷൻ കൊടുക്കും. ആദ്യത്തെ ലൊക്കേഷനിൽ കൗണ്ട് ആയിരിക്കും സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പേഴ്സിനെ ഏതെങ്കിലും ഓർഡറിൽ, ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ. ഇപ്പോൾ അസെൻഡിങ് ഓർഡറിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ നമ്പർ ഫസ്റ്റ്, അതിനുശേഷം അതിനേക്കാളും വലിയ നമ്പർ, അതിനേക്കാളും വലിയ നമ്പർ, അതിനേക്കാളും വലിയ നമ്പർ, ഈ രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ള പ്രോഗ്രാമാണ് നമുക്ക് ചെയ്യേണ്ടി വരിക. പ്രോഗ്രാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കിത് പ്രോഗ്രാം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ബെറ്ററായിട്ട് നമുക്കിതിൻ്റെ ഡാറ്റകളെ ഒന്ന് കൈകാര്യം ചെയ്യുന്ന രീതി ഒന്ന് നോക്കണം. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്കിവിടെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഞാൻ പ്രോഗ്രാമിൻ്റെ അഡ്രസ്സിലേക്ക് തന്നെ മാറ്റുകയാണ്. ഒരു എക്സ്പ്ലനേഷന് വേണ്ടി ചെയ്തു വെച്ചതാണ്. നമ്മളിവിടെ പ്രോഗ്രാമിൽ 5000 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ അഡ്രസ്സിൽ തന്നെ അതേ ഐഡിയ വെച്ചിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെയും 5000 ആക്കുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഡാറ്റകൾ വരുന്നുണ്ട്. ഫസ്റ്റ് ലൊക്കേഷനിൽ നമ്മൾ കൗണ്ടിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അതാണ് കൗണ്ട് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ലൊക്കേഷൻ ഓൺവേർഡ്സ് 5001 എന്ന് പറഞ്ഞിടത്ത് 77 സ്റ്റോർ ചെയ്തിട്ടുണ്ട്, പിന്നെ 66 സ്റ്റോർ ചെയ്തിട്ടുണ്ട്, പിന്നെ 55 സ്റ്റോർ ചെയ്തിട്ടുണ്ട്, 44 സ്റ്റോർ ചെയ്തിട്ടുണ്ട്, 11 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡിസെൻഡിങ് ഓർഡറിലാണ്. നമുക്കിതിനെ അസെൻഡിങ് ഓർഡറിലാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ 11 എന്ന് പറയുന്ന ഡാറ്റ ഫസ്റ്റ് പൊസിഷനിൽ വരണം. അപ്പോൾ അതെങ്ങനെ വരുത്താൻ പറ്റും, അതിനുള്ള പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് നമ്പറിനെയും സെക്കൻഡ് നമ്പറിനെയും കൂടി കമ്പയർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 77ഉം 66ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ തമ്മിൽ നമ്മൾ കമ്പയറിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൊക്കേഷനിലുള്ള നമ്പറും മൈനസ് സെക്കൻഡ് ലൊക്കേഷനിലുള്ള നമ്പറും. അപ്പോൾ നമുക്ക് 77 മൈനസ് 66 ചെയ്ത് കഴിഞ്ഞാൽ 11 നമുക്ക് വരും. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 11 എന്ന് പറയുന്ന റിസൾട്ട് ഇവിടെയും സ്റ്റോർ ചെയ്യില്ല. കമ്പാരിസൺ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. പക്ഷേ കമ്പാരിസൺ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യും. റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ഫ്ലാഗ് സെറ്റ് ആവും, റിസൾട്ട് സ്റ്റോർ ആവില്ല. ഇപ്പോൾ 77 മൈനസ് 66 ആണെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും റിസൾട്ട്. അപ്പോൾ നമുക്ക് ക്യാരി ഫ്ലാഗോ സൈൻ ഫ്ലാഗോ ഒന്നും സെറ്റ് ആവില്ല. പക്ഷേ ഇവിടെ 66ഉം ഇപ്പുറത്തെ 77 ആണെന്നുണ്ടെങ്കിൽ 66 മൈനസ് 77 ആണ് ചെയ്തെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് വരും, അപ്പോൾ നമുക്ക് നെഗറ്റീവ് നമ്പറാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരി ഫ്ലാഗും സെറ്റാവും, സൈൻ ഫ്ലാഗും സെറ്റാവും. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു ചേഞ്ചസ് ഇതിൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ നമ്മൾ ആ ചേഞ്ചസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രോഗ്രാമിൽ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും കൂടി കമ്പയർ ചെയ്തു. ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും കൂടി കമ്പയർ ചെയ്തു. നമ്മളിവിടെ 5 നമ്പർ ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോ നമ്പേഴ്സ് ആദ്യത്തെ 2 നമ്പർ കമ്പയർ ചെയ്തു, പിന്നത്തെ 2 നമ്പർ കമ്പയർ ചെയ്തു, പിന്നത്തെ 2 കമ്പയർ ചെയ്തു, പിന്നത്തെ 2 നമ്പർ കമ്പയർ ചെയ്തു. അപ്പോൾ നമ്മൾ കളറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കമ്പാരിസനും ഓരോ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് 4 കമ്പാരിസനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 5 നമ്പർ ഉണ്ടെങ്കിൽ 4 കമ്പാരിസൺ വന്നിട്ടുണ്ട്. അപ്പോൾ 4 കമ്പാരിസൺ എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്പാരിസൺ ചെയ്തിട്ടുള്ള റിസൾട്ട് സ്റ്റെപ്പ് 1ൽ സ്റ്റോർ ചെയ്തു, സെക്കൻഡ് കമ്പാരിസൺ ചെയ്തിട്ടുള്ള റിസൾട്ട് സ്റ്റെപ്പ് 2ൽ സ്റ്റോർ ചെയ്തു, തേർഡ് കമ്പാരിസൺ ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് 3ൽ, ഫോർത്ത് കമ്പാരിസൺ ചെയ്തിട്ടുള്ളതിൻ്റെ റിസൾട്ട് നമ്മൾ സ്റ്റെപ്പ് 4ൽ സ്റ്റോർ ചെയ്തു. അതായത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത്. 77ഉം 66ഉം ഫസ്റ്റ് കമ്പയർ ചെയ്തു. 77ഉം 66ഉം കമ്പയർ ചെയ്തു. അപ്പോൾ നമുക്ക് ക്യാരി വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് മാറ്റാനുള്ളത് കൊണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ക്യാരി വരുന്നില്ല എന്നുള്ള കണ്ടീഷനാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എക്സ്ചേഞ്ച് ചെയ്യണം, നമ്പേഴ്സിനെ മാറ്റണം. ഇനി റിവേഴ്സ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിലാണ് മാറ്റാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ക്യാരി വരുമ്പോൾ എക്സ്ചേഞ്ചിങ് നടത്തണം. ഓക്കെ, നമ്മൾ രണ്ടും കൂടി കൺഫ്യൂഷൻ നടത്തണ്ട. നമ്മൾ ഒരു കേസ് മാത്രം ഇപ്പോൾ നോക്കുക, നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ കേസ് 77ഉം 66ഉം ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തു, നമുക്ക് ക്യാരി വന്നിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 നമ്പേഴ്സും തമ്മിൽ എക്സ്ചേഞ്ചിങ് നടത്തണം, ഇതിൻ്റെ മെമ്മറികൾ തമ്മിൽ മാറ്റുക. അപ്പോൾ 66 സ്റ്റോർ ചെയ്തിട്ടുള്ളത് 5002 ഉണ്ടായിരുന്നത് ആ ഇൻഫർമേഷൻ 5001ലേക്കും 5001 സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ഇപ്പുറത്തേക്ക് മാറ്റും. അപ്പോൾ നമ്മുടെ ഡാറ്റകൾ തമ്മിൽ അങ്ങോട്ടും മാറ്റി. ഓക്കെ, 66 77 ഇങ്ങനെ മാറി. അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കേസിൽ ഇത് മാറ്റിയതിന് ശേഷം അടുത്ത 2 നമ്പറുകൾ കമ്പയർ ചെയ്യാനായിട്ട് എടുക്കും. അടുത്ത 2 നമ്പർ എന്ന് പറഞ്ഞാൽ 77ഉം 55ഉം ഇവിടെയും സെയിം പ്രോസസ്സ് തന്നെയാണ്. 77 55ഉം ചെയ്ത് കഴിഞ്ഞാൽ ക്യാരി ഉണ്ടാവുകയില്ല. ക്യാരി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് എക്സ്ചേഞ്ചിങ് നടത്തേണ്ടി വരും. നമ്മൾക്ക് എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പിൽ 55 ഇപ്പുറത്തേക്കും 77 ഇപ്പുറത്തേക്കായി. പിന്നെ മൂന്നാമത്തെ കമ്പാരിസൺ ചെയ്തു 77ഉം 44ഉം. 77ഉം 44ഉം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാരി ഉണ്ടാവില്ല. ഇതേ പറഞ്ഞ പോലെ തന്നെ ഈ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എക്സ്ചേഞ്ചിങ് നടത്തണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 44 ഇവിടെയും 77 ഇവിടെയാക്കി മാറ്റി. അടുത്ത എക്സ്ചേഞ്ചും കഴിഞ്ഞു. പിന്നെ അടുത്ത 2 നമ്പറുകൾ കമ്പയർ ചെയ്യും. ആ 2 നമ്പർ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ
അവിടെ വരുന്ന കേസസിനനുസരിച്ചിട്ട് അവിടെ നമ്പർ കേസസ് വരുന്ന ഓർഡർ നോക്കിയിട്ട്, കാരണം വെച്ചാൽ 77 ആദ്യം 11 ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും എക്സ്ചേഞ്ച് നടത്തണം. അപ്പോൾ 11 ഇവിടെ 77 ഇവിടെ. അങ്ങനെ 4 കമ്പാരിസൺ ഇവിടെ കഴിഞ്ഞു. റിസൾട്ട് ഇത്രയും സ്റ്റെപ്പ് ആയപ്പോൾ കഴിഞ്ഞു. സ്റ്റെപ്പ് 4 ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ 4 കമ്പാരിസൺ കഴിഞ്ഞു. കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ടും കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ ഇവിടെ കഴിഞ്ഞു, ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഫൈനൽ റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ നമ്മുടെ കറൻ്റ്ലി ഉള്ള റിസൾട്ട്. അത് സോർട്ടായിട്ടൊന്നുമില്ല. 11 ഇടയിൽ കിടക്കണു, 77 അവസാനം കിടക്കണു, 66 ഫ്രണ്ടിൽ കിടക്കണു, ഒക്കെ ഡിസോർഡർ ആയിട്ട് കിടക്കണത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേ സ്റ്റെപ്പ് തുടക്കം തൊട്ട് ഇപ്പോൾ ചെയ്ത 4 സ്റ്റെപ്പുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് 3 പ്രാവശ്യം കൂടി ചെയ്യണം. അങ്ങനെ നമുക്ക് എത്ര ഡാറ്റ ഉണ്ടായിരുന്നു? 5 ഡാറ്റ ഉണ്ടായിരുന്നു. അപ്പോൾ 4 കമ്പാരിസൺ വന്നു. 4 കമ്പാരിസൺ 4 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എങ്ങനെ വന്നാലും, എങ്ങനെ സോർട്ട് ചെയ്ത നമ്പറുകളായിരിക്കും, എങ്ങനെ ഷഫിൾ ചെയ്ത നമ്പർ ആയാലും അത് സോൾവ് ആയിരിക്കും. നമുക്ക് അത്രയും വേണ്ടി വരില്ല, 4 കമ്പാരിസൺ ചെയ്യേണ്ടി വരില്ല. പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൗണ്ടൊക്കെ കുറയ്ക്കാം. പക്ഷേ സേഫ് സൈഡ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടി ഞാനങ്ങനെ പറയണമെന്നുള്ളൂ. 4 കമ്പാരിസൺ 4 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം സോർട്ടായിരിക്കും, ഉറപ്പ്. നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് കുറച്ച് എക്സ്ട്രാ സ്റ്റെപ്പ് ചെയ്യിക്കുന്നതുകൊണ്ട് കുറച്ച് ഒരു ടൈമിംഗ് വ്യത്യാസമേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എളുപ്പത്തിന് മനസ്സിലാക്കാവുന്ന ഒരു പ്രോഗ്രാം രീതിയിലാണ് ചെയ്യിക്കണേ. അപ്പോൾ നമുക്ക് ഐഡിയ പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ്, അടുത്തത് 66ഉം 55ഉം. ഇതേപോലെ 66 ഫസ്റ്റ്, 55 അത് രണ്ടും തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ ക്യാരി വരില്ല. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യണം. 55 ഇവിടേക്ക് ആക്കി, 66 ഇവിടേക്ക് ആക്കി. ഇനി അടുത്ത നമ്പർ 66ഉം 44ഉം ക്യാരി വരില്ല. അപ്പോൾ 44 ഇവിടെ, 66 ഇവിടെ. അടുത്ത നമ്പർ 66ഉം 11ഉം. 66ഉം 11ഉം ക്യാരി വരില്ല. 11 ഇവിടേക്ക് ആക്കി, 77 ഇവിടേക്ക് ആക്കി. ഇനി അടുത്ത ഡാറ്റ നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ എക്സ്പ്ലനേഷൻ്റെ കേസ് ആയതുകൊണ്ട് കൺസിഡർ ചെയ്യാണ്. 66ഉം 77ഉം കൺസിഡർ ചെയ്തു. 66ഉം 77ഉം കൺസിഡർ ചെയ്താൽ ക്യാരി വന്നു. ക്യാരി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഷഫിൾ ചെയ്യിക്കാനുള്ള സ്റ്റെപ്പിലേക്ക് പോകണം. അതായത് എക്സ്ചേഞ്ച് നടത്തേണ്ട സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകേണ്ട എക്സ്ചേഞ്ച് നടത്തേണ്ട സ്റ്റെപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ എഴുതാം. അപ്പോൾ ക്യാരി വരാത്തപ്പോഴൊക്കെ എക്സ്ചേഞ്ച് നടത്തി, ക്യാരി വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ചേഞ്ച് നടത്തണ്ട. ആ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്കത് ചെയ്തു. അവസാനത്തെ സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് എന്തായി? ഈ രീതിയിൽ വന്നു. അപ്പോൾ പിന്നത്തെ 4 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി വീണ്ടും ഇതേ പ്രോസസ്സ്, വീണ്ടും ആദ്യത്തെ 2 നമ്പർ എടുത്തു, കമ്പയർ ചെയ്തു. അപ്പോൾ നമുക്ക് ക്യാരി വരുന്നില്ല, നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു. അടുത്ത 2 നമ്പറുകൾ എടുത്തു, കമ്പയർ ചെയ്തു, ക്യാരി വരുന്നില്ല, വീണ്ടും എക്സ്ചേഞ്ച് നടത്തി. 11 ഇവിടേക്കാക്കി, 55 ഇങ്ങോട്ടാക്കി. ഇനി 55ഉം 66ഉം ചെയ്തു. 55ഉം 66ഉം ചെയ്ത് കഴിഞ്ഞാൽ ക്യാരി വരും. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട, അതേ നമ്പേഴ്സ് അതേപോലെ തന്നെ നിർത്തുക. ഇനി 66ഉം 77ഉം ചെയ്താലും ഒന്നും ചെയ്യേണ്ട, കാരണം വെച്ചാൽ അതേ ക്യാരി വരും, അതേപോലെ തന്നെ നിർത്തുക. പ്രോഗ്രാം ആയതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് കൊടുത്താലും നമുക്ക് പ്രശ്നമുള്ള കേസല്ല. അപ്പോൾ അടുത്ത 4 സ്റ്റെപ്പിലും നമുക്ക് 2 സ്റ്റെപ്പിൽ മാറ്റം വന്നു, 2 സ്റ്റെപ്പിൽ മാറ്റമില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് വീണ്ടും എടുക്കുക. വീണ്ടും നമ്മൾ 44ഉം 11ഉം എടുത്തു. 44ഉം 11ഉം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഇതേപോലെ നോ ക്യാരി ആണ്. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് നടത്തി, 11 ഇങ്ങോട്ട്, 44 ഇങ്ങോട്ട് ആക്കി. ഇനി അടുത്ത കേസിൽ രണ്ടാമത്തെ കേസ് 44ഉം 55ഉം ആണ്. 44 55 ക്യാരി വരും. അപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ 55 66 ആണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 66 77 ആണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എത്ര കമ്പാരിസൺ ചെയ്താലും നമുക്ക് ഈ ഡാറ്റയിലൊരു മാറ്റം വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ബാക്കിയുള്ള നമ്പേഴ്സ് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാരി വന്നുകൊണ്ടിരിക്കും. ക്യാരി വരുന്ന സമയത്ത് നമ്മളൊന്നും ചെയ്യേണ്ട. ഇതിൻ്റെ ഓപ്പോസിറ്റ് ലോജിക്കാണ് നമ്മൾ ഡിസെൻഡിങ് ഓർഡറിലാണെങ്കിൽ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ലോജിക്കിലാണ് നമ്മളത് ചെയ്യേണ്ടി വരിക. ഓക്കെ, നമുക്കിനി ആ പ്രോഗ്രാമിലൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ 8085 സിമുലേറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അഡ്രസ്സ് ലോഡ് ചെയ്യുകയാണ്. LXI H,5000. LXI H,5000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ ഇവിടേക്ക് ലോഡാവും. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സിക്യൂഷൻ കഴിയുമ്പോൾ HL രജിസ്റ്ററിൽ 5000, Hൽ 50, മറ്റേൽ 00 ആയിട്ട് 5000 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടി. ഇനി മൂവ് C,M, അതായത് ഈ ലോഡ് ചെയ്ത് വെച്ച അഡ്രസ്സിൻ്റെ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. 5000ൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കണ്ടൻറ്റ് C രജിസ്റ്ററിലേക്ക് മാറ്റും. 5000ൽ എന്താ സ്റ്റോർ ചെയ്തിട്ടുള്ളത്? നമുക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള 5 ആണ്, അതായത് കൗണ്ടാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ Cയിലേക്ക് എന്ത് വരും? 5 എന്ന് പറഞ്ഞ വാല്യൂ വരും. ഇവിടെ നമുക്ക് കാണാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമുക്കിനി ആവശ്യം 5 എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ അല്ല. 5 ഡാറ്റ ഉണ്ടെങ്കിൽ 4 എത്ര കമ്പാരിസൺ വരുന്നു എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൗണ്ടിനെ ഒന്ന് കുറയ്ക്കും, 4 ആക്കി മാറ്റും. ഇനി ഒരു കൗണ്ട് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് 2 കൗണ്ടുകൾ ഉപയോഗിക്കണം. കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഓരോ കൗണ്ടുകൾ കഴിയുമ്പോഴും ഓരോ നമ്പേഴ്സ് കമ്പയർ ചെയ്ത് ഇവിടെ അവസാനം എത്തിക്കഴിഞ്ഞാൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ആദ്യം തൊട്ട് തുടങ്ങണം. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കൗണ്ടർ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ അതേപോലെ ആദ്യത്തെ 4 സ്റ്റെപ്പ് കഴിഞ്ഞു, പിന്നത്തെ 4 സ്റ്റെപ്പ് കഴിഞ്ഞു, പിന്നത്തെ 4 സ്റ്റെപ്പ് കഴിഞ്ഞു, പിന്നത്തെ 4 സ്റ്റെപ്പ് കഴിഞ്ഞാൽ അങ്ങനെ 4 സ്റ്റെപ്പുകളുടെ സെക്ഷൻസ് 4ാമതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം തന്നെ നിർത്തണം.
അപ്പോൾ അതും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു കൗണ്ട് വേണം. അപ്പോൾ നമുക്ക് 2 കൗണ്ടറുകൾ ഇല്ലാതെ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. ഒരു കൗണ്ട് തമ്മിലുള്ള കമ്പാരിസൺ ചെക്ക് ചെയ്യാനും ഒരു കൗണ്ട് ആ കമ്പാരിസൺസ് 4 എണ്ണം കഴിഞ്ഞോ അതൊരു ഗ്രൂപ്പാക്കി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പാരിസൺ ഫുള്ള് കഴിഞ്ഞോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 4കളെ നമ്മൾ സ്റ്റോർ ചെയ്തു, ഒന്ന് സിയിലും ഒന്ന് ഡിയിലും സ്റ്റോർ ചെയ്തു. അടുത്തത് നമ്മൾ LXI H, 5001 അത് നമുക്ക് ഇൻക്രിമെൻറ്റ് എച്ച് എന്ന് കൊടുത്താലും കുഴപ്പമില്ല. അതിന് പകരം നമ്മളിപ്പോൾ LXI 5000 എന്ന് കൊടുത്തപ്പോൾ HL രജിസ്റ്ററിലെ വാല്യൂ 5001 ആക്കി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് മൂവ് A, M കൊടുത്തു. മൂവ് A, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M ഇപ്പോൾ പോയിന്റ് ചെയ്തിട്ടുള്ളത് 5001-നാണ്. അതിലുള്ള ഡാറ്റേനെ അക്യൂമുലേറ്ററിലേക്ക് കൊണ്ടുവരും. അപ്പോൾ 77 എന്ന് പറയുന്ന ഇൻഫർമേഷൻ അക്യൂമുലേറ്ററിലേക്ക് എത്തും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റ് എച്ച് വിളിച്ചു. ഇനി കമ്പയർ ചെയ്യാണ് 77-ഉം. ഇപ്പോൾ ഇൻക്രിമെൻറ്റ് എച്ച് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ് വാല്യൂ എന്ന് പറയുന്നത് 5002 ആയി. 5002 എന്ന് പറയുന്ന അഡ്രസ്സ് പോയിന്റ് ചെയ്യണത് ഡാറ്റ എന്ന് പറയുന്നത് 66 ഇനി കമ്പയർ എം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 77 - 66 ഇതാണ് ചെയ്യാം. 77 - 66 ചെയ്യും. 77 - 66 ചെയ്ത് കഴിഞ്ഞാൽ ക്യാരി ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 77 ആണ് വലിയ നമ്പർ. അപ്പോൾ നമ്മളത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ക്യാരി വന്നിട്ടില്ല. പാരിറ്റിയും ഓക്സിലറി ക്യാരി ഇതൊക്കെ ജനറേറ്റ് ഉണ്ടാകും, നമ്മളെ വിഷയമല്ല. അപ്പോൾ ക്യാരി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 നമ്പർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് നടത്തണം. അപ്പോൾ എക്സ്ചേഞ്ച് നടത്താനുള്ള സ്റ്റെപ്പുകളാണ് അടുത്തത് വരുന്നത്. മൂവ് B, M അതായത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം മെമ്മറിയിലുള്ള ഇൻഫർമേഷൻ എവിടേക്കെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക. ഇപ്പോൾ പോയിന്റ് ചെയ്തിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് 5002-ലാണ്. 5002-ലുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ 66. അപ്പോൾ 66 എന്നുള്ള ഇൻഫർമേഷൻ വേറെ ഏതെങ്കിലും രജിസ്റ്ററിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ 77-നെ ഈ 5002-ലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മൂവ് B, M എന്ന് കൊടുക്കും. മൂവ് B, M കൊടുത്തു കഴിഞ്ഞാൽ ഈ M എന്ന് പറയുന്നത് 5002 ആണ്. അപ്പോൾ അതിലുള്ള ഡാറ്റ 66 എന്ന് പറയുന്ന ഡാറ്റ ബിയിൽ സ്റ്റോർ ആവും. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബിയിൽ 66 വന്ന് സ്റ്റോറായി. ഇനി അടുത്തത് മൂവ് M, A. മൂവ് M, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ചെയ്തിട്ടുള്ളത് 5002 തന്നെയാണ്. അപ്പോൾ നമുക്ക് 77-നെ എന്ത് കൊണ്ടുവരാം? നമ്മൾ 66-നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ ബിയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 77-നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? 77-നെ ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ആദ്യത്തെ ലൊക്കേഷനിൽ 66-നെ വരുത്തണം. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ബിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള 66-നെ നമ്മൾ 5001-ലേക്ക് വരുത്തണം. ഇപ്പോൾ നമ്മൾ പോയിന്റ് ചെയ്തിട്ടുള്ള അഡ്രസ്സ് എന്ന് പറയുന്നത് 5002 ആണ്. അപ്പോൾ അതിനെ ഡിക്രിമെൻറ്റ് ചെയ്യണം. 5001 എന്നുള്ളത് ഡിക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് DCSH കൊടുക്കും. അപ്പോൾ ആ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്ത് 5001 ആയി. അതിനുശേഷം മൂവ് M, B കൊടുത്തു കഴിഞ്ഞാൽ ബിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റ 66 ആണ്. നമ്മൾ ബിയിൽ സ്റ്റോർ ചെയ്ത് ആ ഡാറ്റ എമ്മിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ 5002 അടുത്ത 2 നമ്പറുകളെ കമ്പയർ ചെയ്യാം. നമ്മൾ പ്രോഗ്രാം എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഇത്രയും സ്റ്റെപ്പുകളിലേക്ക് പോയത്. ഇനി അടുത്ത നമ്പർ വരുന്നുണ്ടെങ്കിൽ 5002-ഉം 5003 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പഴയ പോലെ ഈ എക്സ്ചേഞ്ചിങ് കഴിഞ്ഞിട്ട് പഴയ വാല്യൂയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു തവണ കൂടിയും ഇൻക്രിമെൻറ്റ് എച്ച് കൊടുക്കും. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ 5002 ആയി മാറി. ഇപ്പോൾ ഇനി ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ലൊക്കേഷനായി. ഇനി നമ്മൾ ഒരു കൗണ്ട് കുറയ്ക്കും, D എന്ന് പറയുന്ന കൗണ്ട് കുറയ്ക്കും. D എന്ന് പറയുന്ന കൗണ്ട് കുറച്ചു. ജംപ് ഇഫ് നോൺ സീറോ ആണെങ്കിൽ ലൂപ്പിലേക്ക് പോയി. ലൂപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ലൂപ്പ് എവിടെ തൊട്ട് തുടങ്ങണം? ലൂപ്പ് നമുക്ക് ആദ്യം തൊട്ടുള്ള ലൊക്കേഷൻസിൽ തൊട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആ ലൊക്കേഷൻ തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. മൂവ് A, M ഇൻക്രിമെൻറ്റ് H ഈ പറഞ്ഞ പോലെ കമ്പാരിസൺസ് നമുക്ക് വീണ്ടും റൺ ചെയ്യിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റണ്ണിങ്ങും തുടങ്ങും. വീണ്ടും ഡാറ്റ എടുക്കും, 5002 എടുക്കും, ഇൻക്രിമെൻറ്റ് H കൊടുക്കും. നമ്മൾ ഓരോ പ്രാവശ്യം അടുത്ത നമ്പറിനെ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഈ 2 നമ്പറാണ് പ്രോസസ്സ് ചെയ്തത്. ഇനി 77 55 പ്രോസസ്സ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ 55 44 പ്രോസസ്സ് ചെയ്യണം, പിന്നെ 44 11 പ്രോസസ്സ് ചെയ്യണം. അങ്ങനെ ഓരോ തവണ ഓരോ ഡാറ്റ പ്രോസസ്സ് ചെയ്യുമ്പോഴും ഡിയുടെ വാല്യൂ കുറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത് കഴിഞ്ഞു, അത് വീണ്ടും എക്സ്ചേഞ്ച് ചെയ്തു. നമുക്ക് ഓരോ എക്സ്ചേഞ്ച് നോക്കിയാൽ കാണാം. ഇപ്പോൾ 55ഉം 77 എക്സ്ചേഞ്ച് ആയി. ഇനി അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും മുകളിലേക്ക് പോയി. ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മളെ അടുത്ത ഡാറ്റ എക്സ്ചേഞ്ച് ആയി. അടുത്ത സ്റ്റെപ്പിൽ 77ഉം 11 തമ്മിൽ കമ്പയർ ചെയ്യും. വീണ്ടും മുകളിലേക്ക് പോയി. ഇപ്പോൾ നമ്മുടെ ഡിയുടെ വാല്യൂ 0 ആയി. അപ്പോൾ ജംപ് ഇഫ് നോൺ സീറോ അല്ല, ലൂപ്പിലേക്ക് ഇനി പോവില്ല. ലൂപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് കാരണം ഇതിവിടെ 0 ആയി, 0 ഫ്ലാഗ് സെറ്റായി. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് സിയുടെ വാല്യൂ ഒരു തവണ കുറയ്ക്കും. പിന്നെ നമ്മൾ വീണ്ടും പ്രോസസ്സ് തുടക്കം തൊട്ട് റിപ്പീറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ 5001 എന്ന് പറയുന്ന ലൊക്കേഷൻ തൊട്ട് വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ബാക്കിലോട്ട് പോകും. അപ്പോൾ നമ്മൾ കൗണ്ട് വീണ്ടും ലോഡ് ചെയ്യും. ഇപ്പോൾ ഡിയുടെ വാല്യൂ 0 ആയിട്ടുണ്ട്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് 3 തവണ തന്നെ വർക്ക് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്റ്റെപ്പിന് നമുക്ക് ഓരോ സ്റ്റെപ്പിനെയും ഓരോ ലൂപ്പിൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 എന്നുള്ള വാല്യൂ നേരത്തെ 4 ലോഡ് ചെയ്തിരുന്നത്, ഇപ്പോൾ നമുക്ക് 3 എന്ന് പറയുന്ന വാല്യൂ ലോഡ് ചെയ്താൽ മതി.
അത് ലോഡ് ചെയ്തു. അപ്പോൾ രണ്ട് സ്ഥലത്തും 3ആയി. 5001 തന്നെ വീണ്ടും സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഡാറ്റ 5001ലേക്ക് പോയിന്റ് ചെയ്തു. പിന്നെ വീണ്ടും ഇതേ കമ്പാരിസൺ ആദ്യം തൊട്ട് ഇങ്ങനെ പറഞ്ഞ പോലെ നടക്കും. വീണ്ടും കമ്പാരിസൺസ് നടക്കും. ഡിയുടെ വാല്യൂ കുറയണ വരെ ഈ ആദ്യത്തെ ഇന്നർ ലൂപ്പിൽ തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും. ഡിയുടെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് ഇറങ്ങും, റിപ്പീറ്റിലേക്ക് പോവും. അപ്പോൾ ഡിയുടെ വാല്യൂ വീണ്ടും 2 ആക്കി മാറ്റും. അപ്പോൾ സിയുടെ വാല്യൂ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഡിയുടെ വാല്യൂ 2 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും 5000 തൊട്ട് വീണ്ടും കമ്പയർ ചെയ്യും. അങ്ങനെ വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ലൂപ്പിൽ 11 ഇവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ മാറി മാറി വന്ന പോലെ കാണാം. ഓക്കെ, അങ്ങനെ സിയുടെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റിലേക്ക് പോവില്ല. കാരണം സിയുടെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ നമ്മൾ നിന്നു, നോൺ സീറോ അല്ല, അപ്പോൾ റിപ്പീറ്റഡ് അല്ല, പിന്നെ പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത ഓർഡറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സോർട്ട് ചെയ്ത് കാണാം. അസെൻഡിങ് ഓർഡറിൽ ചെറിയ നമ്പർ ഫസ്റ്റ്, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ, ഫോർത്ത് നമ്പർ, ഫിഫ്ത്ത് നമ്പർ എന്നുള്ള ഓർഡറിൽ വലുതായി വരുന്ന ഓർഡറിൽ കാണാം. ഇനി ഇതിൻ്റെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതിനെ പഴയ ഒരു ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ഡിസെൻഡിങ് ഓർഡറിലേക്ക് ആക്കി മാറ്റാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു n ഇട്ട് കൊടുത്താൽ മതി. JNC എന്ന് സ്കിപ്പ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം തന്നെ വീണ്ടും ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ നേരത്തെ ഇരുന്നുള്ള രീതിയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നേരത്തെ നമ്മൾ ക്യാരി വരുന്ന സമയത്ത് നമ്മളൊന്നും ചെയ്തിരുന്നില്ല, ക്യാരി വരാത്ത സമയത്താണ് എക്സ്ചേഞ്ച് നടത്തിയിരുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കഴിഞ്ഞാൽ ക്യാരി വരാത്ത സമയത്ത് ഒന്നും ചെയ്യില്ല, വരുന്ന സമയത്ത് എക്സ്ചേഞ്ച് നടത്തും. നേരെ ഉൾട്ടാ ലോജിക്ക്, നേരെ ഓപ്പോസിറ്റ് ലോജിക്ക് കൊടുക്കും. അത്രയേ ഉള്ളൂ. ഇതിനൊന്ന് ഫുള്ളായിട്ട് റൺ ചെയ്യാം, നമുക്കിനി പറയണില്ല. അപ്പോൾ നമുക്ക് 77 ഇവിടെയും 11 അപ്പുറത്തായിട്ട് വരുന്ന കാണാം. അപ്പോൾ ആ കൂടി നമ്മൾ വരുത്തേണ്ടത് ഈ മാറ്റമാണ്. ഇനി നമുക്ക് ഇതേ ഐഡിയ ഇനി ലാർജസ്റ്റിനും സ്മോളസ്റ്റിനൊക്കെ ഉപയോഗിക്കാം. ഇനി പ്രോഗ്രാം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോർട്ടിങ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. എന്താണ് റിസൾട്ട്? ഇപ്പോൾ ലാർജസ്റ്റ് നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനുള്ള പ്രോഗ്രാമോ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാനുള്ള പ്രോഗ്രാമോ ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ലൊക്കേഷൻ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനുള്ള പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ എഴുതിയെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൊക്കേഷൻ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ലാർജസ്റ്റ് നമ്പറായി. അസെൻഡിങ് ഓർഡറിലുള്ള പ്രോഗ്രാമാണ് എഴുതുകയെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൊക്കേഷൻ ആക്സസ് ചെയ്താൽ സ്മോളസ്റ്റ് നമ്പറായി. അപ്പോൾ ഇതേ നമ്പറിൽ തന്നെ നമുക്ക് ലാർജസ്റ്റ് സ്മോളസ്റ്റും കണ്ടെത്താം. ഇനി ലാർജസ്റ്റ് സ്മോളസ്റ്റിനും ഇത്രയും കോംപ്ലിക്കേഷൻസ് ഇല്ല, വേണമെങ്കിൽ കോംപ്ലിക്കേഷൻ കുറച്ച് ചെയ്യാൻ പറ്റും. ഇനി പ്രോഗ്രാം എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഗ്രാം പഠിച്ചാൽ തന്നെ നമുക്ക് 4 പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടായി. ലാർജസ്റ്റ് നമ്പർ കണ്ടെത്താം, സ്മോളസ്റ്റ് നമ്പർ കണ്ടെത്താം, അസെൻഡിങ് ഓർഡറിലുള്ള ഔട്ട്പുട്ട് കാണാം, ഡിസെൻഡിങ് ഓർഡറിലുള്ള ഔട്ട്പുട്ട് കാണാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മാറ്റം വരുത്താം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ദിവസം തൊട്ട് നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ നമുക്ക് ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത മോഡ്യൂളിൻ്റെ കാര്യങ്ങൾ നടത്താം. ട്രിപ്പിളിക്കാരുടെ ഏകദേശം ഫസ്റ്റ് മോഡ്യൂൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഈസിക്കാരുടെ കുറച്ചും കൂടിയും ചേഞ്ചസ് ഉണ്ടായിരിക്കും, കുറച്ച് പോയിന്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ട്രിപ്പിളിക്കാർക്ക് അടുത്ത ദിവസം തൊട്ട് സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഈസിക്കാരുടെ ബാക്കിയുള്ള പോർഷൻസ് തീർത്തിട്ട് ശേഷം നമുക്ക് സെക്കൻഡ് മോഡ്യൂളിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക്